കൊല്ലും, ഇല്ലാതാക്കി കളയും, തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണികൾ പോലീസുകാർക്ക് വളരെ സ്വാഭാവികമായിട്ട് സ്ഥിരം വരുന്ന പല രീതിയിൽ വരാറുണ്ട്. കേരളത്തിൽ അത് തുലവും കുറവാണെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. കേരളത്തിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ്. എന്നാലും കേരളത്തിലും ഉണ്ട്. പോലീസിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം 2 പേര് നമ്മളടുത്ത് വന്നാൽ, ഒരു പെറ്റീഷണർ വന്നാൽ ഒരു കൗണ്ടർ പെറ്റീഷൻ ഉണ്ടാവും, അതിനെതിരായിട്ടുള്ള ഒരു ആളുണ്ടാവും. ഇതിൽ ഒരാളെ നമ്മൾ സുഹൃത്തായിട്ട് മടങ്ങുന്നുള്ളൂ. കാരണം എന്തായാലും നീതി ന്യായം ഒരു ഭാഗത്തല്ലേ കാണുള്ളൂ. 2 ഭാഗത്ത് 2 അഭിപ്രായം ഉള്ളതുകൊണ്ട് ഒരു ഭാഗത്തായിരിക്കും നീതിയും സത്യവും ഉണ്ടാവുക. ആ പക്ഷം പോലീസുകാരൻ പിടിച്ചാൽ മറുഭാഗം പോലീസുകാരൻ്റെ ശത്രുവാകുകയാണ്. അതിലൊരു 100 പേരുണ്ടെങ്കിൽ 90 പേര് പോലീസിനെ ഭയന്നിട്ടോ ദൈവത്തെ ഭയന്നിട്ടോ നിയമത്തെ ഭയന്നിട്ടോ മിണ്ടാതിരിക്കുമെങ്കിൽ ഒരു 10 പേര് നമ്മളെ ഭീഷണിപ്പെടുത്താൻ കാണുമെന്ന് നമ്മളെപ്പോഴും കൂട്ടണം. അത് ഈ ജോലിയുടെ ഭാഗമാണ്. അത് ജോലിയുടെ ഭാഗമാണെന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ജോലിയിൽ കയറി കഴിയുമ്പോൾ. അപ്പം നമ്മൾ ഭയപ്പെടാറുണ്ടോ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. ഏറ്റവും ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത്? 100% സൂക്ഷിക്കാറുണ്ട്. പക്ഷേ ജാഗ്രത ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും. നമ്മളിപ്പം കാരണം അതിനകത്ത് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ജാഗ്രത ഉണ്ടാവണം എന്നുള്ളത് നമ്മളുടെ സേന തന്നെ നമ്മൾ നിഷ്കർഷിക്കുകയാണ്. നമ്മൾ ഈ മേലുദ്യോഗസ്ഥർ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വിവരാവകാശ അപേക്ഷ വന്നു. എന്നെക്കുറിച്ച് തന്നെയാണ് വന്നത്. എൻ്റെ കൂടെ എത്ര അംഗരക്ഷകരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റാത്തൊരു ഇൻഫർമേഷനാണ്. എൻ്റെ കൂടെ എത്ര അംഗരക്ഷകരുണ്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ആളെ കൂടുതൽ കൂട്ടിക്കൊണ്ടുവന്നിട്ട് തന്നെ ഹനിക്കാൻ ശ്രമിക്കാമെന്നുള്ളതാണ് അതിൻ്റെ വ്യംഗ്യം. നമ്മൾ കൊടുക്കാറില്ല. അത് വിവരാവകാശത്തിന്റെ പരിധി വരുന്നതല്ല, ദേശസുരക്ഷയുടെ ഉദ്യോഗസ്ഥന്റെ സുരക്ഷയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മളോട് എപ്പോഴും പറയും, നമ്മൾ ഈ അതിഭാവുകത്തുള്ള സിനിമകൾ കാണുമല്ലോ. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാക്കയാണെങ്കിലും വേട്ടയാട് വിളയാടൽ ഒക്കെ ആണെങ്കിൽ പോലും അതിനകത്തൊരു ട്രൂ സ്റ്റോറി അതിന്റെ പുറകിലുണ്ടാക്കാം. ഉദാഹരണത്തിന് കണ്ണൂർ സ്ക്വാഡ് വന്നു. കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്നത് അത് ഞാൻ 2007 ഉണ്ടാക്കിയ ഒരു സ്ക്വാഡിനെ അധികരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണ്. അതിനകത്തുള്ള ഒരു ഏടാണ് അവർ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ. ഒരു ഏട് മാത്രം എടുത്ത് അതിനെ സിനിമാറ്റിക് ആക്കി മാറ്റിയതാണ് സിനിമയാവുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിഭാവുകത്വം എന്ന് പറയുന്നത് ഈ സിനിമയിൽ എപ്പോഴും ഉടനീളം കാണിക്കും. അതിനകത്ത് ജനങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നായകൻ എല്ലാവരും ഒറ്റയ്ക്ക് അടിച്ചിടുന്നതാണ്. അത് നമ്മുടെ നായകർക്ക് മാത്രം, മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും അല്ലെങ്കിൽ സൂര്യയ്ക്കും ഒക്കെ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരാണ്, കുറച്ചുകൂടെ ട്രെയിൻഡ് ആയിരിക്കും എന്നുള്ള സത്യമാണ്. നമ്മൾക്ക് കൃത്യമായ സേനയിൽ നിന്നുള്ള നിഷ്കർഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റുമെങ്കിൽ നിവൃത്തിയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ ഒറ്റയ്ക്ക് പോയി ബഹളം കാണിക്കാൻ നിൽക്കരുത്. കർശനമായ നിർദ്ദേശമാണ്. ആവശ്യത്തിന് ഫോഴ്സിനെയും കൊണ്ടുപോകണം. റയറ്റ് ഗിയർ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പോലീസ് ചീഫ്, ഇപ്പോഴത്തെ പോലീസ് ചീഫ് രമദാസ് ചന്ദ്രശേഖർ സാറ് നിരന്തരം പോലീസുകാരുടെ പേരിൽ നടപടി എടുക്കാൻ, പോലീസുകാരുടെ അടുത്തല്ല നടപടി എടുക്കാൻ പറയുന്നത്, മേലുദ്യോഗസ്ഥരുടെ പേരിൽ, എസ് പിമാരുടെ പേരിൽ ഞാൻ തന്നെ പലതവണ പല എസ് പിമാർക്കും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്പ്ലനേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്ന സിറ്റുവേഷനിൽ പോലീസുകാർ റയറ്റ് ഗിയർ ഇട്ടില്ല, എന്തിനാണിത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ, ഇപ്പം ഞാനിപ്പം 30 വർഷം സർവീസ് അനുഭവ പാരമ്പര്യമുള്ള ഒരു ADGP ആണ്. ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ സർക്കാരിന് വരുന്ന നഷ്ടം നമ്മൾ നേരത്തെ പറഞ്ഞിടത്തേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. വേറെ IPS ഓഫീസറെ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിക്കും, ഒരു പുതിയ ആളെ റിക്രൂട്ട് ചെയ്താൽ മതി. പക്ഷെ 30 കൊല്ലം അനുഭവ സമ്പത്തുള്ള ഒരു ADGP കിട്ടണമെങ്കിൽ 30 കൊല്ലം ഇനി കാത്തിരിക്കണം. അപ്പം ഓരോ ദിവസവും അനുഭവ സമ്പത്ത് കൂടുന്നതനുസരിച്ചുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നഷ്ടപ്പെടാതെ നോക്കേണ്ടത് രാജ്യത്തിൻ്റെ താല്പര്യത്തിനും സേനയുടെ താല്പര്യത്തിനും വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്, ഈ ഗിമ്മിക്സിന് പോകരുത്. നിവൃത്തി ഉണ്ടെങ്കിൽ ഷൈൻ ചെയ്യരുത്. ഷൈൻ ചെയ്യാന്ന് പറഞ്ഞതിന്റെ മാസ് പരിപാടികൾ വേണ്ട. നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അവിടെ അവസാനിപ്പിക്കുക. മാക്സിമം ബ്ലഡ് ഷെഡ് കുറയ്ക്കണം തന്നെയാണോ പറയാറ്? ബ്ലഡ് ഷെഡിന്റെ ആവശ്യം ഉണ്ടാകരുതെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിയുമെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണം. ആയുധം പ്രയോഗിക്കാതെ, ബലം പ്രയോഗിക്കാതെ, നിവൃത്തി ഉണ്ടെങ്കിൽ ബലം പ്രയോഗിക്കാതെ, നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം ബലം പ്രയോഗിക്കേണ്ട സാഹചര്യത്തിൽ ഊന്നി വേണം നമ്മുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഭീഷണി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചുള്ളൊരു സാധാരണ സംഭവമാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ മിക്കവാറും ഏത് പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാലും അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. അപ്പം ഞാൻ അതിനകത്ത് ഏറ്റവും യുണീക്കായിട്ടുള്ളൊരു ഭീഷണി ഞാൻ നേരിട്ടതാണ് ഇപ്പോൾ പറഞ്ഞത്. കൊല്ലും, തട്ടിക്കളയും, കൈവെട്ടും, കാലുവെട്ടും എന്നൊക്കെ പറയുന്നത് സാധാരണ എല്ലാവരും കേൾക്കാറുള്ള സാധനമാണ്. അതിനകത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇറ്റ്സ് എ ബാറ്റിൽ ഓഫ് വിറ്റ്സ്. നമ്മൾ ഭീഷണിപ്പെടുത്തുന്നവൻ്റെ അടുത്ത് നമ്മൾ പറയണം,
നിന്റെ ഭീഷണി എൻ്റെ അടുത്ത് ചിലവാവില്ല. ഞാൻ നിനക്ക് വേണ്ടിയും സമൂഹത്തിലുള്ള ഇതര വ്യക്തികൾക്ക് വേണ്ടി നിയമം നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട നിയമത്തിൻ്റെ ഒരു ഉപാധി മാത്രമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിക്കുമ്പോൾ സമൂഹത്തിലെ പരിഷ്കൃത സമൂഹത്തിലെ സർക്കാരിൻ്റെയും 95% വരുന്ന നിയമാനുസൃതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെയും വിജയമാണ് അവിടെ നടക്കുന്നത്. അല്ലാണ്ട് എൻ്റെ വ്യക്തിപരമായ വിജയമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ആർജവം പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാവണം. അവിടെ വികാരം കൊള്ളുകയും നമ്മളിത് ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ നേരെയുള്ള വ്യക്തിപരമായ ഒരു അധിക്ഷേപമോ ആക്രമണവുമായി കണക്കാക്കുകയും ചെയ്യുന്നിടത്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പരാജയപ്പെടുന്നത്. നമ്മൾ ആ സേനയുടെ ഭാഗമാണ്. ഈ പോലീസ് എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ സ്ട്രോങ് ആമാണ്. അപ്പം സർക്കാരിൻ്റെ ഏറ്റവും വ്യക്തവും വ്യതിരിക്തവുമായ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് പോലീസ്, നിയമോപാധി. അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ആര് എന്തിനു നേരെ പ്രതിഷേധിച്ചാലും ആ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ ഭാഗം നേരിടേണ്ടി വരുന്നത് പോലീസുകാർക്കാണ്. പോലീസുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യത്തിനായിരിക്കില്ല ചിലപ്പോൾ പ്രതിഷേധം. ഇപ്പം ഞാൻ രസകരമായി പറഞ്ഞാൽ ഇപ്പം ഇസ്രായേൽ അമേരിക്കയും നടത്തുന്ന യുദ്ധത്തിന് എതിരെയുള്ള പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ആ യുദ്ധം ഉണ്ടാക്കിയവനല്ല ഈ ഇവിടുത്തെ പോലീസുകാരൻ. ആ യുദ്ധത്തിന് ഒരു തരത്തിലുള്ള ഉത്തരവാദി നമ്മളല്ല. റഷ്യ യുക്രൈനെ ആക്രമിച്ചതിന് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ ഗാസയിൽ ബോംബിട്ടാലും പ്രതിഷേധം ഉണ്ടാവും. ഈ പ്രതിഷേധം മുഴുവൻ നേരിടുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. ആ പ്രതിഷേധിക്കുന്നവരാരാണ്? പ്രതിഷേധിക്കുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അല്ലാതെ നമ്മുടെ ശത്രുവല്ല. ഈ പട്ടാളത്തിലെ ജോലിക്കും പോലീസിലെ ജോലിക്കുള്ളൊരു പ്രധാനപ്പെട്ട കാതലായ വ്യത്യാസമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. പട്ടാളത്തിനും പാരാമിലിറ്ററി ഫോഴ്സിനും ഒരു പ്രഖ്യാപിത ശത്രുവുണ്ട്. പോലീസുകാർക്ക് ശത്രുക്കളില്ല. പോലീസിനെ നേരിടുന്ന ഏറ്റവും വലിയ ക്രിമിനൽ പോലും പോലീസ് സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇപ്പം ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അയാൾ സ്വയം കുത്തിച്ചാവാൻ നോക്കിയാൽ അത് നോക്കി നിൽക്കുന്ന പോലീസുകാരൻ്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരും. കാരണം ആ ജീവനും സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മകളെ ഇങ്ങനെ ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ലോജിക്ക് അങ്ങ് മാറ്റി വെക്കുകയാണ് ഞാൻ. ഈ ഒരു വികാരത്തള്ളിച്ച വരുമല്ലോ പലപ്പോഴും. ഇപ്പൊ സാധാരണ ഒരു അച്ഛനാണെങ്കിൽ അയാളുടെ മുഖത്തടിക്കണം, അല്ലെങ്കിൽ അയാളെ പോയി അയാളുടെ കോളർ ചുരുട്ടി പിടിച്ച് അസഭ്യം പറയണം, അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. അല്ലെങ്കിൽ അയാളെ ഒന്ന് ശകാരിക്കണം, ഈ ആമർഷം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടക്കി നിർത്താൻ പറ്റാറുണ്ടോ? ഞാൻ അദ്ദേഹത്തെ കാണണ്ടെന്നാണ് ആവശ്യപ്പെട്ടത്. എനിക്ക് കാണേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ഊറ്റം എന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായി ഉണ്ടായിട്ടുള്ള ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫിസിക്കലായിട്ടുള്ള ആക്രമണങ്ങളും ഞാൻ നേരിട്ടിട്ടുണ്ട്. എന്നെ പണ്ട് ബോംബ് എറിഞ്ഞിട്ടുണ്ട്. എനിക്ക് 14 സർജറി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ രോഗമില്ലാത്ത തല അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ആരോടും തന്നെ ഇന്ന് വരെ വ്യക്തിപരമായ ഒരു പകരം വീട്ടലിന് ഞാൻ മുതിർന്നിട്ടില്ല. പിന്നെ നമ്മൾ സംരക്ഷിക്കേണ്ടവരാണ് നമ്മുടെ മക്കൾ എന്ന് കരുതുന്നിടത്താണ് താങ്കൾ പറഞ്ഞ അമർഷം വരുന്നത്. അങ്ങനെ ഞാൻ കരുതിയിട്ടില്ല. ഇന്നും കരുതിയിട്ടില്ല. എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മുടെ മക്കളായാലും നമ്മുടെ കുടുംബാംഗങ്ങളായാലും ഞാൻ എന്താ പറയുക, ഒരു പരിധിവരെ ഒരു ആത്മീയവാദിയാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അവർ നമ്മളുടെ കൂടെ ജീവിക്കാൻ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ചുമതലയുമായിട്ട് വന്നിരിക്കുകയാണ്. അവർ വേറെ വ്യക്തികളാണ്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായി പോയതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ ഒരു പരിധിവരെ അമർഷത്തിനൊക്കെ എനിക്ക് യോഗ്യത ഉണ്ടായിരുന്നു.